നമസ്കാരം. JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ ആവിർഭാവം അങ്ങ് വയനാട്ടിലാണ്, CK ജാനുവിലാണ് എന്ന് നമുക്കറിയാം. JRP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2016 മുതലുള്ള കാലഘട്ടത്തിൽ NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ 50 ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന വാർത്തകൾ ആ സമയത്ത് കോളിളക്കം തന്നെ സൃഷ്ടിക്കുന്നതായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ചു. CK ജാനുവിനെ അങ്ങനെ വേദിയിലേക്ക് കൊണ്ടുവരികയും ഷാൾ അണിയിച്ചുകൊണ്ട് പാർട്ടി അംഗത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ അപ്പോഴും CK ജാനു മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, CK ജാനുവിനെ സംബന്ധിച്ചിടത്തോളം CK ജാനുവിന് പറ്റിയ പാർട്ടി അല്ല അത്. കാരണം രാജ്യമൊട്ടുക്ക് ദളിതന്മാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിരന്തരം തല്ലി മേടിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി സംഘപരിവാരത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല കണക്കറ്റ് മർദ്ദനം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയും വിവേകവും CK ജാനു എന്ന് പറയുന്ന നേതാവിനുണ്ടായിരുന്നില്ല. JRP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് NDAയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു സമീപനമായിരുന്നു CK ജാനു സ്വീകരിച്ചത്. അതും 50 ലക്ഷം രൂപ, അതായത് പണം കൈപ്പറ്റിക്കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ പണം കൈപ്പറ്റിക്കൊണ്ട് NDAയിലേക്ക് ചാടുന്നു. ഏറ്റവും ഒടുവിൽ NDAയെ തള്ളി പറയുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡുകളിൽ പോലും അംഗത്വം ലഭിക്കുന്നില്ല, BDJSന് കൊടുക്കുന്ന പ്രാധാന്യം പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു ബോധം ഇപ്പോഴാണ് CK ജാനുവിനുണ്ടായത്. രാജ്യമൊട്ടുക്ക് അധസ്ഥിതരെയും അതോടൊപ്പം തന്നെ അധകൃതരെയും ദളിതന്മാരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട് വിയോജിപ്പാണ്. 2016 അല്ലെങ്കിൽ 16 കാലഘട്ടങ്ങളിൽ CK ജാനുവിൻ്റെ ഈ പൊതുബോധം എവിടെ പോയി മറഞ്ഞു? എന്നിട്ട് ഇപ്പോഴാണോ മനസ്സിലാവുന്നത് അധകൃതർക്കും ദളിതന്മാർക്കും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാർട്ടിയാണെന്ന് BJP എന്ന്? ഇപ്പോഴാണോ CK ജാനു ഇതറിയുന്നത്? അല്ല, CK ജാനുവിന് അറിയാമായിരുന്നു. CK ജാനുവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു, ഈ പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ BJPയിൽ ഉന്നത കുലജാതന്മാർക്കല്ലാതെ സ്ഥാനമാനങ്ങൾ ലഭിക്കില്ല എന്നുള്ള വിവരം കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു CK ജാനു. എന്നിട്ടും CK ജാനു NDA ചേർന്നു, കുറേ കാലം പ്രവർത്തിച്ചു, അവിടുന്ന് കിട്ടാവുന്നിടത്തോളം കാര്യങ്ങളെല്ലാം എടുത്തു, അവിടുന്ന് കിട്ടാൻ പറ്റുന്ന എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അത് കേസിൽ നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ കെ സുരേന്ദ്രൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. അത് മാത്രം അറിഞ്ഞാൽ മതി. അതിനെക്കുറിച്ചാണ് ഇപ്പം ബാക്കിയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ആരോപണം അന്തരീക്ഷത്തിൽ ഇപ്പോഴും അലയടിച്ച് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ എന്നിട്ട് CK ജാനുവിന് വെളിപാടുണ്ടായിരിക്കുന്നു. ഇതിപ്പോൾ വൈകിയ വേളയിൽ വെളിപാടുണ്ടായി. എന്നിട്ട് ഇനിയിപ്പോൾ CK ജാനു ശ്രമിക്കുന്നത് ഈ JRP എന്ന് പറയുന്ന ആ പാർട്ടിയെ കൊണ്ടുവന്ന് UDFൻ്റെ പാളയത്തിൽ കെട്ടുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആലുവയിൽ VD സതീശനെ പോയി കാണുകയും ഈ പറയുന്ന ഒരു നിവേദനം, ഞങ്ങൾക്ക് മുന്നണി ബന്ധത്തിൽ തുടരാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് മുന്നണി എന്നുള്ള നിലയിൽ JRPക്ക് നിങ്ങളുമായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് VD സതീശന് കത്ത് കൊടുത്തു. ഇപ്പം VD സതീശൻ ആ കത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മാസം 9-ാം തീയതി നടന്ന UDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരണയായിട്ടുണ്ട്. എന്താണ് ധാരണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CK ജാനുവിനെ മുന്നണിയിലേക്ക് എടുക്കാം, മുന്നണിയിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം. അതേസമയം CK ജാനു ഇതിന് മുൻപ് UDFുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് തനിക്ക് അതേ വാദം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് CK ജാനു മുന്നണി വിട്ട് പിന്നീട് NDAയിലേക്ക് ചേർന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് JRP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് CK ജാനുവിന് അവിടെ CK ജാനു പറഞ്ഞ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അധികാരം പോലും UDFന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് CK ജാനു ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ മൂല്യം. സ്വന്തം നാട്ടിൽ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായിരുന്നു CK ജാനുവിൻ്റെ പാർട്ടി. അങ്ങനെ UDF പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന CK ജാനുവിന് സ്വന്തം നാട്ടിൽ പോലും നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെ സ്വന്തം നാട്ടിൽ പോലും വിലയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പം വീണ്ടും UDFിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ തവണ എന്താണ് പറഞ്ഞത്? AK ആന്റണി ഇതുമായി, അതായത് മുത്തങ്ങയിൽ നടന്ന വെടിവയ്പ്പും കലാപവും എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ സാധാരണക്കാരായ ഭൂമിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപറ്റം ആളുകളെ വളഞ്ഞിട്ട് ആക്രമിച്ച AK ആന്റണിയുടെ പോലീസിംഗ് സംവിധാനത്തെ നമുക്കറിയാം. ജോഗിയെ ഇപ്പോഴും CK ജാനു മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവരുടെ കുടിലുകൾക്ക് തീ കൊടുത്തു. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്, ഇതൊക്കെ അന്ന് നടന്ന കാര്യങ്ങളാണ്. എന്നിട്ട് മാപ്പ് തരാൻ കഴിയില്ല എന്ന് അടിയുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം AK ആന്റണിയുടെ പത്രപ്രസ്താവന ഇറങ്ങി അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ CK ജാനു പ്രതികരിച്ചു, ഇതിന് മാപ്പ് തരാൻ കഴിയില്ല. അങ്ങനെ മാപ്പ് ലഭിച്ചില്ലെങ്കിൽ പോലും
സ്വന്തം പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അടുത്ത UDF ഇറങ്ങാനുള്ള കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് CK ജാനു. എന്തിനു വേണ്ടി? ഇനി അവസരം കിട്ടാൻ വേണ്ടി. എന്നാൽ രമേശ് ചെന്നിത്തലയും K മുരളീധരനും അവർ രണ്ടുപേരും കട്ടായി എതിർപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇനി മേലെ ഇത് നടക്കില്ല, അങ്ങനെ ഒരു നടക്കുന്ന കാര്യമല്ല, കാര്യം ഇവർ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അക്കമിട്ട് എണ്ണി ഇവർ രണ്ടുപേരും പറഞ്ഞിട്ട് പോലും VD സതീശനെ സംബന്ധിച്ചിടത്തോളം, അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മുന്നണി വിപുലീകരിച്ചേ പറ്റൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാലം തോളിൽ കൊണ്ടു കടന്നവരെല്ലാം തോളിരുന്ന് ചെവി കടിച്ചു. അത് തന്നെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തോളിരുന്ന് ചെവി കടിച്ചു. അതുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, മുന്നണിയുടെ കാര്യം തീരുമാനിക്കാൻ താനാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടാക്കിക്കൊണ്ട് CK ജാനുവിന് പിന്നെ UDF പ്രവേശനം കൊടുക്കുന്നു. കാരണം എന്താണ്? ഏത് കാണുന്ന ചപ്പയവറിനെ വലിച്ചു കൂട്ടുക. ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ, ജയിക്കണ്ടേ. അടുത്ത 2026 കൂടി ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന UDF എന്ന് പറയുന്ന പാർട്ടി നശിച്ചു പോവും, നശിച്ച് നാറാണക്കല്ല് പറിക്കും. അതോടൊപ്പം നമുക്കറിയാം മുസ്ലിം ലീഗ് പല കാര്യങ്ങളിലും മൗനം പാലിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പല കാര്യങ്ങളും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് സീറ്റ് വേണം, ഇന്ന ഭാഗങ്ങളിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന് വളരേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് അതായത് തെക്കൻ കേരളത്തിൽ ഞങ്ങൾക്ക് വളരേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കൃത്യമായി സീറ്റ് വേണം, 5 സീറ്റെങ്കിലും ഞങ്ങൾക്ക് ഇത്തവണ അധികം വേണമെന്ന് ലീഗ് കൃത്യമായി അവരുടെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഇനി അതിന് പറ്റുന്നില്ല, ലീഗിന് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്നേ. ഈ പറയുന്ന CK ജാനുവിനെ JRP എന്ന് പറയുന്ന പാർട്ടിയെ വലിച്ച് മുന്നണിക്കകത്തേക്ക് ഇടുന്നതിനകത്ത് മുസ്ലിം ലീഗിന് എതിർപ്പുണ്ട്. എന്താ, ലീഗ് മുന്നണിയിലുള്ള ഒരു പാർട്ടിയല്ലേ? എന്തുകൊണ്ടാണ് ലീഗിൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതിരിക്കുന്നത്? അതായത് ലീഗിനെ UDF നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ലീഗാണ്. ലീഗ് വിട്ടുമാറിക്കഴിഞ്ഞാൽ UDF ബിഗ് സീറോ ആണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ലീഗിൻ്റെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കാത്തത് ഈ VD സതീശൻ? വെൽഫെയർ പാർട്ടിയെ കണ്ടുകൊണ്ടാണോ? ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടുകൊണ്ടാണോ? SDPയുടെ വോട്ട് കണ്ടുകൊണ്ടാണോ? അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് കണ്ടുകൊണ്ടാണോ VD സതീശൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അതൊക്കെ പോയി, അതെല്ലാം ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലുള്ള സകലമാന SDPയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം നേരെ ചെന്ന് ചാടിക്കൊടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിലിൻ്റെ കയ്യിലേക്ക്. അതുകൊണ്ട് ഇനിയും VD സതീശൻ അത്തരം മഞ്ഞ് കൊള്ളേണ്ട ആവശ്യമില്ല. അത് കണ്ടുകൊണ്ട് മഞ്ഞ് കൊള്ളാനാണ് VD സതീശൻ്റെ തീരുമാനങ്ങൾ നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ ലീഗ് മാത്രമേ ഉള്ളൂ ആകെയുള്ള ആശ്വാസം. ആ ലീഗ് ഇക്കാര്യത്തിൽ വലിയ ശക്തമായ ഒരു എതിർപ്പുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ലീഗ് ഇനി എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കം എന്താണെന്ന് അറിയുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എടുക്കാൻ തീരുമാനം എടുക്കുന്നു. ഇവിടെ ഇവർക്ക് താല്പര്യമില്ല, അതായത് പിന്നെ മുസ്ലിം ലീഗിന് താല്പര്യമില്ല. മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുകയാണ് അക്കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സമീപ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നും മുസ്ലിം ലീഗ് കൃത്യമായ അവരുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണെങ്കിലും അതുമല്ല മറ്റ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനദ്രോഹമെന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ടോ മുസ്ലിം ലീഗിൻ്റെ നിലപാട്? ഇല്ല. ഈ കഴിഞ്ഞ ദിവസം പോലും മലപ്പുറത്ത് ഒരു ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പറമ്പ് വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട് അന്ന് MP രാജേഷ് വരെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. അതായത് അവിടെ വന്ന് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരിപാടികൾക്ക്, കർമ്മ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ എന്താണ്, സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണെന്നും അവിടെ ഈ പറയുന്ന ഹരിതകർമ്മ സേനയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവിടെ ഒരു പറമ്പ് വൃത്തിയാക്കുകയും ആ പറമ്പിൽ ഫുട്ബോൾ കളിച്ച് MP രാജേഷിനെ അഭിനന്ദിക്കുകയും ചെയ്തു. MP രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പങ്കുണ്ടാകുമെന്നുള്ള വിവരവും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് UDF ചായവുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ചായവൊന്നും അവകാശപ്പെടാനില്ലാത്ത സാഹചര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഇന്ന് UDF നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു വലിയ ശക്തി ഈ മുസ്ലിം ലീഗാണ് എന്ന് അവർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞു. ഇത്രകാലം ഏറാമൂളികളായിരുന്നു, ഇനി അത് പറ്റില്ല. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് ലീഗിന് മനസ്സിലായി, കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ആ ശക്തിക്ഷയം അറിഞ്ഞ് അവിടെ പ്രവർത്തിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ തന്നെയാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് രാഷ്ട്രീയ സിനാരിയോയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നങ്ങളിലും കയറി തലവെച്ച് കൊടുക്കാത്തതിന് കാരണം അതാണ്. ആരെയും വിമർശിക്കാതെ ഒരു ന്യൂട്രലായിട്ട് തന്നെ പോകുന്നതിന് കാരണം അതാണ്.
അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഒരു വലിയ മുന്നണി നഷ്ടപ്പെടാൻ വലിയൊരു പാർട്ടി, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ കക്ഷി പരാജയപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് പിൻവലിയാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു. അപ്പോഴാണ് സി കെ ജാനുവിനെ പോലുള്ളവരെ പിടിച്ച് പാർട്ടിക്ക് JRP പോലുള്ള, അതായത് അവർക്ക് ഒരു കാരണവശാൽ പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പാർട്ടിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ലീഗ് എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കാം UDF-നകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വലിയ പ്രശ്നം. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടി വന്ന ഒരു 50-55 ദിവസം മാത്രമാണ്, അല്ലെങ്കിൽ 60 ദിവസം മാത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പായി തന്നെ ഇങ്ങനെ ഒരു ധാരണ, അതായത് JRP എന്ന് പറയുന്ന ഒന്ന് UDF-ൻ്റെ ഭാഗമായി തീരും. തുടർന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരുപക്ഷെ മുന്നണി വിടാനുള്ള സാധ്യതയും നമുക്ക് മുന്നിൽ കാണേണ്ടതുണ്ട്.